RIS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണയെ കുറിച്ചാണ്. നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് പാർട്ട് 2ആണ്. നമ്മൾ പാർട്ട് 1 ഹാൻസി ഫ്ലിക്ക് വന്നതും ബാഴ്സലോണയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ ഇനി അടുത്ത സീസണിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അതേപോലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ആരൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്, അതേപോലെ ടീമിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതേപോലെ ടീമിന്റെ ഷെഡ്യൂൾ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷർക്കും സ്വാഗതം. ഹാൻസി ഫ്ലിക്ക് ബാഴ്സലോണ എന്ന ക്ലബിന് വലിയൊരു മാറ്റത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ചു. എസ്പാനോളായിട്ടുള്ള അവസാന മത്സരത്തിൽ 2-0 വിജയിച്ച് ഡൊമസ്റ്റിക് ട്രിപ്പിൾ അടിച്ചു, ലാലീഗ് അടിച്ചു, കോപ്പ ഡെൽ റേ അടിച്ചു, അതേപോലെ സൂപ്പർ സ്പാനിയോൾ അടിച്ചു. അങ്ങനെ എൽ ക്ലാസിക്കോ ചരിത്രത്തിൽ ആദ്യമായിട്ട് 5 എൽ ക്ലാസിക്കോ, ഫ്രണ്ട്ലി മാച്ച് അടക്കം 5 എൽ ക്ലാസിക്കോ റയലിനെ നിലംപരിശാക്കിയിട്ടാണ് ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ ഈ സീസണിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഇത്രയും മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു മത്സരം കൂടി ബാക്കിയുള്ളൂ. അപ്പൊ ഇന്നലെ നടന്ന മത്സരത്തിൽ വില്ലേറലിനെതിരെ 3-2 പരാജയപ്പെട്ടു. സ്റ്റേഗൻ ഗോൾ കീപ്പറായിട്ട് വന്ന് 3 ഗോൾ വഴങ്ങി. അങ്ങനെ 2025 ആദ്യത്തെ തോൽവി ബാഴ്സലോണ വഴങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്റ്റേഗന് ഒരു പുതിയ ഒരു സൈനിങ് വേണോ, സ്റ്റേഗന് പകരമായിട്ട് അതോ ഷെസ്നിയാണോ ഇനി ഗോൾ കീപ്പറായിട്ട് തുടരാന്നുള്ളതല്ല, ആ ഒരു ഇത് നിങ്ങൾ കമന്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഹാൻസി ഫ്ലിക്കിന് ഇനി നമുക്ക് ഈ സീസണിൽ ബാഴ്സയിൽ ഉണ്ടായിരുന്ന ഒരു ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ 99 ഗോളുകളാണ് ഇപ്പോൾ ബാഴ്സലോണ അടിച്ചിട്ടുള്ളത്. അതിൽ പെനാൽറ്റി 6 മാത്രമാണ്. അപ്പോൾ 99 ഗോളിൽ നിന്ന് 6 ഗോളാണ് പെനാൽറ്റി അടിച്ചിരിക്കുന്നത്. അതേപോലെ ഷോട്ട് പെർ മാച്ചിൽ 18.0 ആണ്. അതേപോലെ ഷോട്ട് ഓൺ ടാർഗറ്റ് 6.6 ആണ് ഉണ്ടായിരുന്നത്. ഗോള് കൺസിഡർ ചെയ്ത് 39 ഗോളുകളാണ്. ടാക്കിൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള 522 ആണ്. അതേപോലെ ഇന്റർസെപ്ഷൻ 225, ക്ലിയറൻസ് 541, ഫൗൾസ് 358, യെല്ലോ കാർഡ് 61, റെഡ് കാർഡ് 3. അതേപോലെ പാസ് പെർ മാച്ച് 631 ആണ്. പാസിംഗ് സക്സസ് റേറ്റ് 87%. അതുപോലെ കീ പാസുകൾ 499 ആണ്. ബാഴ്സലോണ 37 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ 27 വിജയവും 4 പരാജയവും 4 ഡ്രോയും 6 പരാജയവും അടക്കം 85 പോയിന്റുമായിട്ടാണ് ലീഗ് ടൈറ്റിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിരിക്കുന്നത് ലെവൻഡോസ്കി തന്നെയാണ്, 25 ഗോളുകൾ. യമാല് 14 ഗോളുകൾ, യമാല് 14 അസിസ്റ്റുകൾ നേടിയിട്ടുണ്ട്. പെഡ്രിയാണ് അപ്പിയറൻസ് 36 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടാകും. 2 മത്സരം മാത്രമേ ഒരു മത്സരം മാത്രമേ കളിക്കാനുള്ളൂ. ഇനി ഒരു മത്സരം വരാനിരിക്കുന്നേ ഉള്ളൂ. പാസസ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് 2548 പാസുകളാണ് പെഡ്രി ചെയ്തിരിക്കുന്നത്. അതേപോലെ കീ പാസ് റഫീനിയ 90 പാസുകൾ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ ഇന്റർസെപ്ഷൻ പെഡ്രി 25 ചെയ്തിരിക്കുന്നത്. അതേപോലെ ടാക്ടിക്സ് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളത് കുണ്ടയാണ്, 63 ആണ് ഉള്ളത്. ക്ലിയറൻസ് ഇനിഗോ മാർട്ടിനസ് ആണ്, 105 ക്ലിയറൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബാഴ്സയുടെ ഈ സീസണിലുള്ള ഒരു കളി. അതേപോലെ ഷെസ്നി ഈ സീസണിൽ ഒരുപാട് ക്ലീൻ ഷീറ്റുകൾ നേടിയിട്ടുണ്ട്. വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആള് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റേഗൻ ഇന്നത്തെ കളിയിൽ ഉള്ള വിലയിരുത്തൽ, ഇന്നലത്തെ കളിയിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ടാർഗറ്റ് പോലും തടുക്കാൻ കഴിയില്ല. സ്റ്റേഗൻ ഈ ഷോർട്ട് ഓൺ ടാർഗറ്റ് വരുന്ന സമയത്ത് ലോങ് ബോളൊക്കെ ആണെങ്കിൽ ആൾ ഡൈവ് ചെയ്യാനൊക്കെ മിടുക്കനാണ്. നമുക്ക് ഈ ഇതിന് മുമ്പുള്ള സീസണുകളൊക്കെ കണ്ടിട്ട്. പക്ഷെ ഷോർട്ട് ബോളുകൾ വരുന്ന സമയത്ത് ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇന്നത്തെ കളിയിൽ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിറംപങ്ങിയ ഒരു പ്രകടനമായിരുന്നു സ്റ്റേഗന്റെ ഭാഗത്ത് നിന്നിട്ട്. അത് പരിക്കിന് ശേഷം വരുന്നതായിരിക്കും. പക്ഷെ ശരിക്കും സ്റ്റേഗന്റെ പരിക്കായിരുന്നു ശരിക്കും ബാഴ്സലോണയ്ക്ക് അനുഗ്രഹമായത് എന്ന് പറയാം ഈ സീസണിൽ ഇതുവരെയൊക്കെ എത്തിയത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഹാൻസി ഫ്ലിക്കിന്റെ ഈ ഓഫ്ലൈൻ ട്രാപ്പ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന പ്ലേയേഴ്സ് ഓപ്പോസിറ്റ് ടീമിന്റെ അവർക്ക് ഷെസ്നി ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ സ്റ്റേഗൻ എനിക്ക് അടുത്ത സീസണിൽ ബുദ്ധിമുട്ടാവും തോന്നുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്റ്റേഗൻ അടുത്ത സീസണിൽ നിൽക്കുകയാണെങ്കിൽ ഹാൻസി ഫ്ലിക്ക് ചിലപ്പോൾ ഈ 2 കളി കൂടി, ഇനിയിപ്പോൾ അടുത്ത കളിയും കൂടെ സ്റ്റേഗനെ ഗോൾ കീപ്പറായി നിർത്തിയിട്ട് ഒരു വിലയിരുത്തൽ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു ന്യൂ സൈനിങ് വേണം. എന്താന്ന് പറഞ്ഞാൽ ഷെസ്നി അടുത്ത സീസണിൽ എത്രത്തോളം ഫോമിൽ തുടരുമെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഷെസ്നി സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടാണ്, സ്റ്റേഗൻ ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ടാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഒരു ഗോൾ കീപ്പർ, നമ്പർ 1 ഗോൾ കീപ്പർക്കുള്ള ഒരു സൈനിങ് വേണം. ഇനി ടീം വിട്ടു പോകാന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗോൾ കീപ്പറിന്റെ അനിവാര്യത
ബാഴ്സലോണയ്ക്ക് അടുത്ത സെഷനിൽ. എന്താ പറഞ്ഞാൽ ഫസ്റ്റ് സെഷനിൽ ഒന്ന് അൻസിഫ്ലിക്ക് പറഞ്ഞു സൈനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല, ഞാൻ ഈ ഉള്ള ലാമാസിലെ പിള്ളേരെ തൂക്കിയിട്ട് നമ്മൾ കളിച്ചോളാം എന്ന് പറഞ്ഞു. അതിൽ തന്നെ സ്വപ്ന തുല്യമായൊരു എന്താ പറയാ ഒരു ഇതാണ് ബാഴ്സ ആരാധകർക്ക് ഹാൻസി ഫ്ലിക്ക് കൊടുത്തത്, മാനേജ്മെന്റിനും എല്ലാവർക്കും. അതുകൊണ്ടാണ് അവർ ഹാൻസി ഫ്ലിക്കിനെ റിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. റിന്യൂ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. ആളും അതാ പറഞ്ഞു, ഒരു സെഷൻ കഴിഞ്ഞ ശേഷം അടുത്ത സെഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാമെന്നുണ്ട്. അതേപോലെ ഷെസ്നിയും ഇപ്പൊ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല, ഫാമിലി ആയിട്ട് തീരുമാനിച്ചിട്ട് എടുക്കാന്നുള്ളൊരു നിലപാടിലാണ് ഷെസ്നി നിൽക്കുന്നത്. എന്താണെന്നുള്ള ആൾക്കറിയാണെങ്കിൽ അടുത്ത സീസണിൽ സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് വെറുതെ ഇരിക്കണമെങ്കിൽ ആൾക്ക് ബീച്ചിൽ പോയിട്ട് റിട്ടയർമെന്റ് ആഘോഷിക്കാം. രണ്ടും ആളുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എന്തൊക്കെ സൈനിങ്ങുകളാണ് എവിടെയൊക്കെ വേണ്ടത്. തീർച്ചയായിട്ടും റഫീനയ്ക്കും യമാലിനൊക്കെ വിശ്രമങ്ങൾ ആവശ്യമാണ്. അപ്പോൾ സൈനിങ്ങൾ അവർക്ക് മത്സരങ്ങൾ വേണം, മറ്റുള്ള പ്ലേയേഴ്സായിട്ട് ഓരോ പൊസിഷനിലും വേണ്ടിയുള്ള മത്സരങ്ങൾ. അപ്പോൾ മിഡ്ഫീൽഡ് അത്യാവശ്യം മത്സരിക്കുന്നുണ്ട്. ബാഴ്സലോണ, പെഡ്രി, ഡി ജോൺ, ഗാവി, ഫെർമിൻ, അതേപോലെ അങ്ങനെ കുറെ ഓൽമോ, അങ്ങനെ കുറെ പേര് മത്സരിക്കുന്നുണ്ട്. പക്ഷെ അറ്റാക്കിങ്ങിൽ ഇപ്പോൾ ഒരു പരുക്ക് ഈ സീസണിൽ ഇപ്പോൾ നമുക്കൊരു പരുക്ക് പറ്റി നിൽക്കാം, യമാലിനൊരു പരുക്ക് അല്ലെങ്കിൽ റഫീനിക്ക് പരുക്കൊന്നും പറ്റാതിരിക്കട്ടെ, പരുക്ക് പറ്റിയെന്ന് വിചാരിക്കാം. പക്ഷെ റീപ്ലേസ്മെന്റ് ആളില്ല. ഫെറാൻ ടോറസ് ഇപ്പോൾ ഈ സീസണിൽ അത്യാവശ്യം മോശമില്ലാണ്ട് കളിച്ചിട്ടുണ്ട്. അതേപോലെ ലെവൻഡോസ്കി ഈ സീസണിൽ 40 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിങ്ങുകളുടെ സപ്പോർട്ട്, മിഡ്ഫീൽഡ് സപ്പോർട്ട് കിട്ടിയ ഒരു സ്ട്രൈക്കർ 40 പോരടിക്കല് ചുരുങ്ങിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 60 ഗോളെങ്കിലും ലെവൻഡോസ്കിക്ക് അടിക്കാൻ സുന്ദരമായ ചാൻസുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് മിസ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രായമായി ആളുടെ പരമാവധി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു യങ് സ്ട്രൈക്കർ വരികയാണെങ്കിൽ ഇതൊന്നല്ല ബാഴ്സലോണ ഈ ഇപ്പോൾ 99 ഗോളായി, ചിലപ്പോൾ 120-130 ഗോളായിട്ടുണ്ടാവും ഈ സീസണിൽ. അത്രയും ചാൻസ് ലെവൻഡോസ്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലെവൻഡോസ്കിക്ക് ഒരു ബാക്കപ്പ് അനിവാര്യമാണ്. അതേപോലെ തന്നെ റഫീനയ്ക്കും യമാലിനും ബാക്കപ്പുകൾ വേണം. അതേപോലെ ഡിഫൻസിൽ ഈ സീസണിൽ അറോഹോ ചിലപ്പോൾ ക്ലബ്ബ് വിട്ട് പോവോ ഇല്ലയോ, പക്ഷെ മാർട്ടിനസും കുബാസിയും ഇവർ 2 ഡിഫൻഡർമാരിനെ വെച്ചിട്ടാണ് ഈ സീസൺ മൊത്തം ഓടിയത്. പരിക്കുകളൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു കഴിച്ചില്ലേ. പക്ഷേ ഇവർക്കും കോമ്പറ്റീഷൻ വേണം. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ബാഴ്സയിൽ മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് ബാക്കപ്പുകൾ വേണം. അതേപോലെ കുണ്ടേക്കും ബാൾഡിക്കും നമ്മൾ ഇന്റർ മിലാനായിട്ട് ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ പുറത്താവാൻ തന്നെ കാരണം ഈ കുണ്ടേക്കും ബാൾഡേക്കും പരുക്കണം. കുണ്ടയും ബാൾഡയും ഉള്ളൊരു 11 ആയിരുന്നെങ്കിൽ, കംപ്ലീറ്റ് 11 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്റർ മിലാൻ ബാഴ്സ തോൽക്കാൻ കഴിയില്ല. എന്നിട്ടും ബാഴ്സ പൊരുത്തി തന്നെയാണ് സെമി ഫൈനലിൽ പുറത്തായത്. അപ്പോൾ കുണ്ടേക്കും ബാൾഡേക്കും നല്ലൊരു ബാക്കപ്പ് വേണം. ബാക്കപ്പ് ഇല്ലാതിരുന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടുപേരും പരിക്കായതുകൊണ്ടാണ് അവസാന ടൈമിലൊക്കെ ബാഴ്സ എട്ടരിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന വില്ലാറിലായിട്ടുള്ള മത്സരത്തിൽ 3-2 ബാഴ്സ പരാജയപ്പെട്ടു. 3 ഗോള് സ്റ്റേക്കൺ കൺസിഡർ ചെയ്തു. 2025 ബാഴ്സയുടെ അൺബിറ്റൺ ഇവിടെ അവസാനിച്ചു ലാ ലീഗിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 3 ഗോളൊക്കെ ഒരു കളിയിൽ കൺസിഡർ ചെയ്തു. പക്ഷെ 3-2 ഗോളാണ് ബാഴ്സയ്ക്ക് തിരിച്ചടിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബാഴ്സയ്ക്ക് എങ്ങാനും ഗോളുകൾ ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഗോളുകൾ വീണ് കഴിഞ്ഞാൽ കളിയുടെ മാറും. പക്ഷേ ഈ സീസണിൽ മൊത്തം 2024-25 സീസണിൽ മൊത്തമായിട്ട് ബാഴ്സ എതിർ ടീം എത്ര ഗോൾ അടിച്ചോ അതിൽ ഒരു ഗോൾ കൂടുതൽ വെച്ച് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പറ്റാത്തൊരു അവസ്ഥ വന്നത് ഇന്നലെയാണ്. ഇന്നലെ 3-2 പരാജയപ്പെട്ടു. എമീൽ യമാലാണ് മാൻ ഓഫ് ദി മാച്ച്, ഒക്കെ ശരിയാണ്. പക്ഷേ ഗോൾ കീപ്പർ സ്റ്റേഗന്റെ തലയിലോട്ടാണ് എല്ലാം വരുന്നത്. ഒരു ടച്ച് പോലും, ഒരു ഷോട്ട് പോലും തടുത്തിടാൻ സ്റ്റേഗനെ കൊണ്ട് കഴിഞ്ഞില്ല. 3 ഗോളായി മാറുകയാണ്. അപ്പോൾ സ്റ്റേഗൻ ഒരു റീപ്ലേസ്മെന്റ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഷെസ്നി ആയിരിക്കും ഇനി അടുത്തതിൽ നമ്പർ 1 ഗോൾ കീപ്പറായിട്ട് വരിക. അതേപോലെ സ്റ്റേഗൻ ഇനിയും 2027 വരെയും കരാറുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഹാൻസി ഫ്ലിക്കിന്റെ പുതിയ പ്ലാനുകൾ? അതുപോലെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ബാഴ്സയ്ക്ക് അത്യാവശ്യം എല്ലാം ഉണ്ട്. പക്ഷെ അത് കാരണം മിഡ്ഫീൽഡിൽ ഇപ്പോൾ പുതിയ പ്ലേയേഴ്സിന് എനിക്ക് മെയിനായിട്ട് പറയാം ഗോൾ കീപ്പർ ആൻഡ് വിങ്ങേഴ്സ്, ഒരു സ്ട്രൈക്കർ, ഇത് മസ്റ്റായിട്ട് വേണം. അപ്പോൾ അടുത്ത സീസണിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? പരിക്കുകളൊക്കെ ഈ സീസണിലൊക്കെ അത്യാവശ്യം നല്ല പരിക്കുകളൊക്കെ വന്ന് കുറേ ബാഴ്സയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ പരിക്കുകളൊക്കെ വരാതെ ഇരിക്കണം, എന്നാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ അവസ്ഥ നോക്കിയാൽ തന്നെ ഈ സീസണിൽ ഇപ്പോൾ അവസാനമായിട്ട് ഒരുപാട് പേർക്ക് ഡിഫൻഡറില്ലാത്തൊരവസ്ഥ, അത്രയും പരിക്കുകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ബാക്കപ്പുകൾ വേണം. ഈ പ്രാവശ്യം ബാക്കപ്പ് ഇല്ലാതെ എങ്ങനെയൊക്കെയോ നമ്മൾ ഇത്രയും നേടി. പക്ഷേ അടുത്ത സീസണിൽ ഈ കളി എന്തായാലും ഹാൻസി ഫ്ലിക്ക് ഇതിന് നിൽക്കൂല. ഹാൻസി ഫ്ലിക്കും എന്തായാലും സൈനിങ്ങുകളിന് സപ്പോർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒരു 3 സൈനിങ് ഉണ്ടാവും. വിങ്ങുകളിലേക്ക് ഉണ്ടാവും, ഒരു സ്ട്രൈക്കർമാരുണ്ടാവും, അതേപോലെ ഫോർവേഡ് കളിക്കാനുള്ള ഡിഫൻഡർമാരും ഉണ്ടാവും. അങ്ങനെ ഒരു 3-4 സൈനിങ് ഉണ്ട്. ഗോൾ കീപ്പർ ഇപ്പോൾ സൈനിങ് വരുന്നത് എമി മാർട്ടിനസുമായിട്ട് ബാഴ്സലോണ ബന്ധപ്പെട്ടു എന്നുള്ളൊരു റൂമർ വരുന്നുണ്ട്. എത്രത്തോളം സത്യമായിരിക്കും എന്നറിയില്ല. ആസ്റ്റൺ വില്ല ആയിട്ടുള്ള ഈ സീസണോടുകൂടി എമി മാർട്ടിനെ അവിടെ വിടുകയാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബാഴ്സലോണയ്ക്ക് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ്. ഇപ്പോൾ അവർ 2 പേരാണ് പ്രപ്പോസൽ നടത്തിയിട്ടുള്ളത്.
അല്ലാതെ സൗദി അറേബ്യയിലേക്കൊന്നും ഇപ്പൊ തന്നെ എന്തായാലും പോകില്ല. അടുത്ത വേൾഡ് കപ്പ് കണ്ടിട്ട് ആള് യൂറോപ്പിൽ തന്നെ തുടരാനാണ് ചാൻസ്. അപ്പോൾ ഹൻസി ഫ്ലിക്കും ഇവിടെ തന്നെ ഉണ്ട്. യമാലും റഫീനിയും ഫെറാൻ ടോറസും ലെവൻഡോസ്കിയും ഷെസ്നിയും എല്ലാവരും, പെഡ്രിയും ഗാവിയും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബാഴ്സലോണ ഒരുങ്ങി തന്നെ ആയിരിക്കും അടുത്ത സീസണിൽ ഇറങ്ങാൻ പോകുന്നത്. എല്ലാ ടീമുകളും ഒന്ന് ഒഴിഞ്ഞ് വെച്ചോളൂ. എന്തൊക്കെയാണ് ഇനി ഹൻസി ഫ്ലിക്ക് അടുത്ത സീസണിൽ കുറച്ച് സൈനിങ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാണിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.